ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റ് ആൻഡ് ക്രംബിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായൊരു വിഭവമാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് രാജ്മ പയർ കൊണ്ട്, രാജ്മ എന്ന് പറയുന്നത് ഒരു പയറാണ്. കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് രാജ്മ പയർ കൊണ്ട് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻസ്, അതായത് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളൊന്നും ഒരുപാടൊന്നും ഉപയോഗിക്കുന്നൊരു കാര്യമല്ല രാജ്മ പയർ. പക്ഷേ ധാരാളം പ്രോട്ടീൻ അടങ്ങിയതും ഒരുപാട് ആരോഗ്യത്തിന് ഗുണകരമായ കാര്യങ്ങളും രാജ്മ പയറിലുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം രീതിയിൽ തയ്യാറാക്കണം എന്ന് വിചാരിക്കും. നമ്മൾ കടലക്കറി വെക്കുന്ന പോലെയൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അത് ഒരു ഇറച്ചിയും കൂടി ചേർത്തുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് നമ്മൾ മിൻസ്ഡ് മീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കറി തയ്യാറാക്കാൻ പോവാണ്. രാജ്മ ആൻഡ് മിൻസ്ഡ് മീറ്റ് കറി. മിൻസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ കൊത്തിയ ഇറച്ചി, അത് ആട്ടിറച്ചിയാകാം, മാട്ടിറച്ചിയാകാം, ഇനി ചിക്കൻ ഇഷ്ടമാണെങ്കിൽ ചിക്കനും ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ രാജ്മ കീമ കറി തയ്യാറാക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊത്തിയ മാട്ടിറച്ചി അല്ലെങ്കിൽ ആട്ടിറച്ചി 1/2 കിലോ, രാജ്മ പയർ 200 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്, എണ്ണ 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, സവാള 2 വലുത് ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ 2 എണ്ണം അരച്ചെടുത്തത്, വെള്ളം 2 കപ്പ്, മൈദമാവ് 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പ് കത്തിച്ചിട്ട് വയ്ക്കാം. അടുപ്പ് കത്തിച്ചു, നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട, സാധാരണ എണ്ണ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് കുറച്ച് കാര്യങ്ങളിട്ടൊന്ന് വഴറ്റണം. വെളുത്തുള്ളി, പിന്നെ എന്തൊക്കെയാണ്, സവാള, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി, സവാള, പിന്നെ കുറച്ച് പൊടികളാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതാണ് പ്രധാന കാര്യങ്ങൾ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അല്പം മൈദാമാവും കൂടി ചേർക്കുക, ഒരു 2 ടീസ്പൂൺ മൈദാമാവ്. കറിക്കൊരു കൊഴുപ്പ് കിട്ടാനായിട്ടാണത്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് നമ്മൾ ഈ രാജ്മ കറി തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ആദ്യം വെളുത്തുള്ളി. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി ഫ്ലേവറാണ് കൂടുതലായിട്ടും വരേണ്ടത്. അങ്ങനെ വെളുത്തുള്ളിയുടെ നിറം മാറുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിക്കുക. നല്ലൊരു ഗാർലിക് സ്മെല്ല് വരണം, വെളുത്തുള്ളിയുടെ മണം. അത് കഴിഞ്ഞാൽ പിന്നെ സവാള, 2 വലിയ സവാള, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സൈസാണെങ്കിൽ ഒരു 6 അല്ലി അല്ലെങ്കിൽ 7 അല്ലി വെളുത്തുള്ളി. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി മൂത്ത് കിട്ടും. അപ്പോൾ ആ എണ്ണയ്ക്കൊരു ഗാർലിക് ഓയിലിൻ്റെ ഒരു ഫീലാണ്, അതായത് ആ ഒരു വെളുത്തുള്ളിയുടെ മണം. നിറം മാറി തുടങ്ങിയാലുടനെ സവാള, 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് മൂക്കുന്ന നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. ഇനി നമ്മൾ സവാള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. പാചകം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ക്ഷമയാണ്. കാര്യം വെളുത്തുള്ളിയുടെ നിറം ഇളം ബ്രൗൺ ആകണം എന്ന് പറഞ്ഞാൽ അതാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പലപ്പോഴും നമുക്ക് ക്ഷമ നശിക്കാറുണ്ട്. അത്രയൊക്കെ വെയിറ്റ് ചെയ്യണോ, പെട്ടെന്ന് ഇടാൻ തോന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല. അത് ആ കറക്റ്റ് പാകത്തിന് ചേർത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു രുചി കിട്ടുള്ളൂ. അതിനാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു സയൻസ് ഒന്നും ഇല്ല. അത് വേറൊരു മാജിക്കൊന്നുമല്ല. എല്ലാവർക്കും നന്നായിട്ട് പാകം ചെയ്യാൻ പറ്റും. എന്ത് പാചകം ചെയ്യുന്നു അത് അതിൻ്റെ കറക്റ്റ് പാകത്തിന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ കറക്റ്റ് അളവും കറക്റ്റ് പാകവും, ഇത് രണ്ടുമാണ് പ്രധാനം. ഇനി സവാളയുടെ നിറം ചെറുതായി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെന്താ, മുളക് പൊടി, കുരുമുളക് പൊടി, 3 കാര്യങ്ങളും ചേർക്കണം. ഇപ്പോൾ സവാളയുടെ നിറവും മാറി തുടങ്ങി, ഒരു ഇളം ബ്രൗൺ കളറാവാൻ തുടങ്ങുന്നു. ഇനി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ വേണം നിർബന്ധമില്ല, അത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം, കുറച്ചുകൂടെ സ്പൈസി, കുറച്ചുകൂടെ എരിവൊക്കെ വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, തരിതരിപ്പായി വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ തീ അല്പം കുറച്ച് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മൂത്ത് പോകുമെന്നുള്ള പേടി വേണ്ട. ഇതിൻ്റെ ആ ചൂട് കൊണ്ട് തന്നെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ച ചുവയൊന്ന് മാറും.
അപ്പോൾ നല്ല എന്താ പറയുക കുരുമുളക് പൊടിയുടെയൊക്കെ മണം. അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂരീഡ് എന്ന് പറഞ്ഞാൽ അരച്ചെടുത്തത്. 2 ഇടത്തരം ടൊമാറ്റോ അല്ലെങ്കിൽ 2 വലുതായാലും കുഴപ്പമില്ല, മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കും. ഇനി ആ ടൊമാറ്റോയുടെ ഒരു പച്ചച്ചുവയും മാറണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി, ടൊമാറ്റോയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്ന ഒരു പാകം. അപ്പോൾ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അതുവരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ടൊമാറ്റോയുടെ ചാറെല്ലാം വറ്റി എണ്ണ തെളിയുന്നൊരു പാകമായി കഴിഞ്ഞു. ഇനി നമുക്ക് 2 ടീസ്പൂൺ മൈദ മാവ്, ഇത് ഈ സ്റ്റേജിലും ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇടുന്ന ആ ഒരു സ്റ്റേജിലും ഇടാം. ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റുക. എന്തായാലും മൈദ മാവിൻ്റെയും പച്ചച്ചുവയൊന്ന് മാറണം. അപ്പോൾ മൈദയുടെ പച്ചച്ചുവയും മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ കൊത്തിയ ഇറച്ചി 1/2 കിലോ, 1/2 കിലോ മിൻസ്ഡ് മീറ്റ്, കീമ എന്ന് മറ്റൊരു പേര്, 1/2 കിലോ കീമ ചേർക്കും. ഇറച്ചിയിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടാകും, അതിങ്ങനെ ഇറങ്ങി വരും. അതിനു മുമ്പ് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റുക. അപ്പോൾ മസാലയെല്ലാം ഇങ്ങനെ ഇറച്ചിയും പിടിച്ച് വരുന്ന രീതിയിലൊന്ന് വഴറ്റുക. ഒരു 5 മിനിറ്റ് അത്ര മതി. ഇപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് സമയമായി ഇറച്ചി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, കുത്തി ഇറച്ചി. അപ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നു തുടങ്ങി. ഇനി ഇതേ മസാലയൊക്കെ ശരിക്കും ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ചു. ഇനി ഇതിലേക്കാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് 7-8 മണിക്കൂർ സമയമെങ്കിലും കുതിർത്ത രാജ്മ പയർ. ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടാൽ ഏറ്റവും എളുപ്പം, രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇടുക. ഏകദേശം ഒരു 150 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 1-1.5 കപ്പ് രാജ്മ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് എടുക്കുക. അത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ കുതിർത്ത രാജ്മ ഏകദേശം ഇപ്പോൾ ഒരു 2.5 കപ്പ് ഓളം ഉണ്ട്. രാജ്മ പയർ കുതിർത്തത്. അപ്പോൾ ഇതൊരു നല്ല കോമ്പിനേഷനാണ്. നോക്കൂ, രാജ്മയും കൊത്തിയ ഇറച്ചിയും. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. ഉപ്പും ചേർത്തു. ഇനി എന്താ വേണ്ടത്? വെള്ളം, ഒരു 2 കപ്പോളം വെള്ളം. ഇനി ഇത് ഇവിടെ ഇങ്ങനെ വേവിച്ചാൽ ഇനി പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. രാജ്മയ്ക്ക് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റണം. എന്നിട്ട് കുക്കറിൽ വേവിക്കണം. കുക്കറിൽ ഏതാണ്ട് ആദ്യത്തെ വിസിലിട്ട് കഴിയുമ്പോൾ തീ അല്പം കുറയ്ക്കുക. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് വിസിൽ, 2-3 വിസിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇറച്ചിയും രാജ്മയും എല്ലാം വെന്ത് ചാറെല്ലാം കുറുകിയൊരു പാകത്തിന് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞും ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൂട്ട് എല്ലാം കൂടി ചേർന്ന് ഈ മിശ്രിതം നമ്മളൊരു കുക്കറിലേക്ക് മാറ്റും, പ്രഷർ കുക്കർ. അപ്പോൾ കുക്കർ റെഡിയാണ്, കുക്കറിലേക്ക് മാറ്റും. അപ്പോൾ രാജ്മ പയറും ഇറച്ചിയും എല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചല്ലേ വേകുന്നത്. അതുകൊണ്ട് തന്നെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സത്ത് അതിൻ്റെ സ്റ്റോക്കാണ്, അതിൽ കിടന്നിട്ടാണ് ഈ പയർ വേകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് രുചി കൂടും. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ആദ്യത്തെ വിസിലിനായി വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ വിസിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ അല്പം കുറയ്ക്കണം. പിന്നെ നമ്മൾ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിലിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുക. എന്തായാലും നന്നായിട്ട് വേകണം. രാജ്മ വേകാൻ ഇച്ചിരി സമയമെടുക്കും, വെന്തില്ലെങ്കിൽ അത് കൊള്ളത്തില്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഒന്നിച്ച് വെന്ത് കിട്ടും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്.
ഇപ്പോൾ ഏകദേശം ഒരു 3 വിസിൽ കഴിഞ്ഞു. 3 വിസിലും കഴിഞ്ഞ് കുറച്ച് നേരവും കഴിഞ്ഞു. അല്പം നേരം അതിൻ്റെ ആവി പോകാനായിട്ട് വെച്ചു. ഞാൻ ആ വെയിറ്റൊക്കെ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കുക്കർ തുറക്കാം. എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്തിട്ടുണ്ട്. കുഴഞ്ഞൊരു പാകമായി കഴിഞ്ഞു. എന്നാൽ രാജ്മ പയറെല്ലാം ടേസ്റ്റായിട്ടൊന്നും പോയിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിലതെല്ലാം വെന്തിങ്ങനെ ചെറുതായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. എങ്കിലും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിനുമുമ്പ് ഒരല്പം മല്ലിയില ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കണം. കുറച്ച് അരിഞ്ഞ മല്ലിയില അരിഞ്ഞത് അല്പം ആദ്യം ഇടാം. എന്നിട്ട് അലങ്കാരത്തിനായിട്ട് കുറച്ച് മുകളിലേക്ക് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ഒരു 1/4 കപ്പോളം മല്ലിയില അരിഞ്ഞത് റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ. ഒരു പച്ച നിറം, അങ്ങനെ നല്ല കുഴഞ്ഞ പാകത്ത് നല്ല കുറുകുറ എന്നുള്ള അല്ലെങ്കിൽ ഒരു കുഴമ്പ് രൂപത്തിലുള്ള രാജ്മ ആൻഡ് കീമ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് കുറച്ചുകൂടി മല്ലിയില ഇടാം. ഒരുപാട് വേണ്ട, കുറച്ച് അവിടെ ഒരു കുറച്ച് ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി മാത്രം. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു രാജ്മ കറി, ഒരു നോൺ വെജിറ്റേറിയൻ സ്റ്റൈലിൽ രാജ്മ വിത്ത് കീമ എന്ന് പറഞ്ഞാൽ കുത്തിയരച്ചി. അപ്പോൾ രാജ്മ മിൻസ്ഡ് മീറ്റ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണവും രുചിയും ആരോഗ്യത്തിന് വളരെ നല്ലതുമായ കറിയാണിത്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടവും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി എടുത്തു. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു നല്ല പുഡിങ്ങാണ്. ഇത് ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു പുഡിങ്, ബേക്ക്ഡ് യോഗേർട്ട് പുഡിങ്. അപ്പോൾ തൈര് കൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു പുഡിങ് തയ്യാറാക്കുന്നത് കാണാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1 കപ്പ്, കട്ട തൈര് 1 കപ്പ്, മിൽക്ക് മെയ്ഡ് 1 ടിൻ, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളുടെ പുഡിങ് തയ്യാറാക്കാം. പുഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബേക്ക്ഡ് പുഡിങ്ങാണ്. ബേക്ക്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് അവനിൽ വെച്ച് ഇത് ചുട്ടെടുക്കുന്നതാണ്. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തും തയ്യാറാക്കാം, അതായത് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. എന്തായാലും ഇത് ഇപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് അവൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നു. ഇത് പ്രധാനമായിട്ട് ഇപ്പോൾ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യോഗേർട്ട് പുഡിങ്ങാണ്. യോഗേർട്ട് എന്ന് പറഞ്ഞാൽ തൈര്, നല്ല കട്ട തൈര്. നമ്മൾ വീട്ടിൽ ഉറയൊഴിക്കുന്ന തൈരാണെങ്കിൽ നല്ല കട്ടിക്ക് ഉറയൊഴിച്ചെടുക്കുക. എന്നിട്ട് അത് 1 കപ്പ്, അതിനോടൊപ്പം 1 കപ്പ് അതേ അളവിൽ 1 കപ്പിന് സാധാരണ പശുവിൻ പാൽ. പിന്നെ അത് വേണ്ട, ഇപ്പോൾ കാച്ചിയ പാൽ തന്നെ വേണമെന്നില്ല, കാച്ചാത്ത പാലും ഉപയോഗിക്കുക. അതായത് സെയിം ഒരേ ടെമ്പറേച്ചർ, ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലായാലും മതി. പിന്നെ വേണ്ടത് നമ്മൾ മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് 1 ടിന്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം വാനില എസൻസ്, അതൊരു മണം. ഇനി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കട്ട തൈര്, ഇത് നല്ല കട്ടിയുള്ള തൈരാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ല. ഈർപ്പം ഏറ്റവും കുറവുള്ള, അതായത് നല്ല കട്ടിയായിരിക്കണം, തൈരിന് നല്ല കട്ടി ഉണ്ടാകും. അതൊന്ന് ഉടച്ച് കുറച്ച്, ഞാൻ ആദ്യമേ കുറച്ചൊന്ന് ഉടച്ചെടുത്തതാണ്, എങ്കിലും അതിൽ കുറച്ച് ഒന്നുകൂടി ഒന്നിങ്ങനെ ഉടയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്ക് മെയ്ഡ് 1 ടിൻ. ഇത് 1 ടിൻ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി വേണ്ടത് 1 കപ്പ് പാൽ, പശുവിൻ പാൽ. കണ്ടൻസ് മിൽക്കും തൈരും കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്കാണ് നമ്മൾ പാലൊഴിക്കുന്നത്. ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചതാണ്. 1 കപ്പ് പശുവിൻ പാൽ. ഇത് കാച്ചിയ പാലല്ല, കാച്ചാത്ത പാലായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരല്പം നേരമായുള്ളൂ പുറത്ത് വെച്ചിട്ട്.
അപ്പോൾ 3 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. വളരെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. പിന്നെ ഇനി എന്താ വേണ്ടത്? ഒരല്പം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ മതി വാനില എസൻസ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് ബേക്ക് ചെയ്യുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ തൈരിൻ്റെയൊക്കെ ചെറിയൊരു കട്ടയൊക്കെ ഉണ്ടാവും, ചെറുതായിട്ട് ചെറിയ ചെറിയ തരികൾ, അത് തീരെ ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരിപ്പയിലൂടെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതാണ് ആദ്യത്തെ പടി. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തരി എന്തായാലും കാണും. ഇത് തൈരിൻ്റെയാണ്. അത്രേ ഉള്ളൂ. അരിക്കുന്നതോടുകൂടി ആ തരിയും മാറിക്കിട്ടും. അപ്പോൾ ഇതൊരു നല്ല സ്മൂത്തായിട്ടുള്ളൊരു മിക്സ്ചറായി മാറിക്കഴിഞ്ഞു, ഒരു കൂട്ട്. പിന്നെ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ഒരു പുഡിംഗ് ഡിഷ് എടുക്കുക. എത്രയുണ്ട് അതനുസരിച്ചിട്ടുള്ള പുഡിംഗ് ഡിഷ്. അപ്പോൾ ഇത് ഇത്ര ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു ചെറിയ പുഡിംഗ് ഡിഷ്. ഇത് ഇലക്ട്രിക് അവനിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം. അതിലേക്ക് ഒഴിക്കാം. ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് ഒരു 170-180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് 35 മിനിറ്റ് സമയം വരെ എടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഇത് ഡയറക്റ്റായിട്ട് ബേക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലിയൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട്, ഒരു അരപ്പാത്രം വെള്ളം എടുത്തിട്ട് ഈ പുഡിംഗ് പാത്രം അതിനകത്തേക്ക് ഇറക്കി വെച്ച് ബേക്ക് ചെയ്താലും മതിയാവും. ഏത് ഓപ്ഷനിലാണ്, രണ്ടും ആകാം. അങ്ങനെയും ചെയ്യാം. ഇതല്ലാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ബേക്ക് ചെയ്യാനും വയ്ക്കാം. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഒരു 30-35 മിനിറ്റ് സമയം വരെ 180 ഡിഗ്രി ചൂട്. അതുവരെ ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മളുടെ ബേക്ക്ഡ് യോഗേർട്ട് പുഡിംഗ്, നമ്മളുടെ തൈര് പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇലക്ട്രിക് അവനിൽ നിന്ന് മാറ്റി ഏതാണ്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് സമയം വരെ എടുക്കും. ഒരു 180 ഡിഗ്രി ചൂട്. മോൾ ഭാഗം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ പോലെ ഇങ്ങനെ വരും. താഴത്തെ ഭാഗമൊക്കെ നന്നായിട്ട് ഉറച്ച് കിട്ടും. പിന്നെ ഇത് പറ്റുമെങ്കിൽ വേറെ ഇതിനെക്കാട്ടി വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു അരപ്പാത്രം വെള്ളം വെച്ചിട്ട് ഇതിങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്താൽ കൂടുതൽ നല്ലത്. അല്ലാണ്ടും ചെയ്തെടുക്കുക. ഇതിനി തണുക്കുക. ഇത് ഹോട്ട് പുഡിംഗ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ ചൂടോടുകൂടി. അതല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ആവശ്യാനുസരണം മുറിച്ച് വിളമ്പാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറോടുകൂടിയുള്ള ഒരു ചെറിയൊരു പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു തൈര് പുഡിങ്ങാണിത്. തീർച്ചയായിട്ടും ഇഷ്ടമാവും. പരീക്ഷ നോക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. ആദ്യം കാണിച്ച രാജ്മ ആൻഡ് കീമ കറിയാണ്. അത് ചപ്പാത്തിയുടെ കൂടെയും ചോറ്, നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ എല്ലാം വളരെ നല്ലതായിരിക്കും. രണ്ടാമത് കാണിച്ചതും ഒരു ഡിസേർട്ട് ഐറ്റമാണ്, പുഡിങ്ങാണ്. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൻ ക്രമിലൂടെ കാണാം.